നമസ്കാരം. ഗസയിലെ ഇസ്രായേലിൻ്റെ കൂട്ടക്കുരുതിയെ അപലപിക്കാൻ ധൈര്യം കാണിച്ച ഒരു മാർപ്പാപ്പ, യേശുക്രിസ്തു ജനിച്ച മണ്ണിൽ സമാധാനം മരിച്ചിരിക്കുന്നു എന്ന് പറയാൻ ധൈര്യം കാണിച്ച ഒരു മാർപ്പാപ്പ. അതുകൊണ്ട് തന്നെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകം കണ്ട മികച്ച മാർപ്പാപ്പമാരിൽ ഒരാളാവുന്നത്. പാലസ്തീനികളുടെ ദുഃഖം അദ്ദേഹത്തെ ആരും പറഞ്ഞു പഠിപ്പിക്കേണ്ടതില്ല. രാജ്യം നഷ്ടപ്പെട്ട് അഭയാർത്ഥിയായി ജീവിച്ച ഒരു കുടുംബത്തിൽപ്പെട്ടതായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയും. 1936 ഡിസംബർ 17 ജനിച്ച അദ്ദേഹം ഇപ്പോൾ 88 വയസ്സിലാണ്. ബെനിറ്റോ മുസോളിനിയുടെ ഫാസിസ്റ്റ് ഭരണത്തിൽ നിന്നും രക്ഷപ്പെടാൻ രാജ്യം വിടേണ്ടി വന്ന 3 രാജ്യങ്ങളിലെ പൗരത്വം സ്വീകരിക്കേണ്ടി വന്ന അദ്ദേഹത്തിന് രാജ്യം നഷ്ടപ്പെട്ടവരുടെ, രാജ്യം പിടിച്ചടക്കപ്പെട്ടവരുടെ ദുഃഖം കൃത്യമായി മനസ്സിലാവും. സംഘർഷം എന്ന പദം എത്രമാത്രം ദുരിതപൂർണമാണെന്ന് അദ്ദേഹത്തിന് കൃത്യമായി മനസ്സിലാക്കും. ചെറുപ്പത്തിൽ ബാറിലും പബ്ബിലും ബൗൺസറായി ജോലി ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന് സംഘർഷം എന്താണെന്നും അതിൻ്റെ ദുരിതം എന്താണെന്നും കൃത്യമായി മനസ്സിലാകുമായിരുന്നു. പബ്ബിലെ അല്ലെങ്കിൽ ബാറിലെ ബൗൺസർ എന്നാൽ ദിവസവും സംഘർഷത്തെ നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. തമ്മിൽ തല്ലുകൂടുന്നവർ, വഴക്ക് കൂടുന്നവർ, അത്യാവശ്യം വേണ്ടി വന്നാൽ ചവിട്ടിക്കൂട്ടേണ്ടി വരുന്നവർ, അങ്ങനെ പലരെയും അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു ജോലി. ബൗൺസറായി ജോലി ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന് അത് കൃത്യമായി മനസ്സിലാകുക തന്നെ ചെയ്യും. 21 വയസ്സിൽ ശ്വാസകോശത്തിൻ്റെ ഒരു ഭാഗം മുറിച്ചു നീക്കപ്പെട്ട അദ്ദേഹത്തിന് ശ്വാസത്തിൻ്റെ വിലയറിയാം. ശ്വാസം നഷ്ടപ്പെട്ടാൽ പിന്നെ മതങ്ങൾക്ക് പ്രസക്തിയില്ല എന്നും അദ്ദേഹത്തിന് തിരിച്ചറിയാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെയാണ്. സെമിനാരിയിലായിരിക്കവേ താൻ കണ്ടുമുട്ടിയ പെൺകുട്ടിയെ അഗാധമായി പ്രണയിച്ച കൗമാരക്കാരന് പ്രണയത്തിൻ്റെ വിലയറിയാം, പ്രണയനഷ്ടത്തിൻ്റെ വിലയറിയാം. അതുകൊണ്ട് തന്നെ ദുരിതപർവങ്ങളിൽ പെട്ടുപോകുന്നവരുടെ പ്രണയങ്ങളെക്കുറിച്ചും അദ്ദേഹം ആകുലനായിരുന്നു. കെമിസ്ട്രിയും ഹ്യൂമാനിറ്റീസും തത്വചിന്തയും അദ്ദേഹം പഠിച്ചത് വെറും പുസ്തകങ്ങളിൽ നിന്ന് മാത്രമായിരുന്നില്ല, ജീവിതത്തിൽ നിന്ന് തന്നെയായിരുന്നു. ജീവിതം പഠിപ്പിച്ച പാഠങ്ങളിൽ നിന്നായിരുന്നു. 37 വയസ്സിൽ 18,500 പേർ കൊല്ലപ്പെട്ട അറബ് ഇസ്രായേൽ യുദ്ധം അഥവാ യോം കിപ്പൂർ യുദ്ധം അദ്ദേഹം അറിഞ്ഞത് പത്രത്താളുകളിൽ നിന്നായിരുന്നില്ല. ജെറുസലേമിൽ ജീവിക്കുകയായിരുന്നു അദ്ദേഹം അപ്പോൾ. ദന്തഗോപുരങ്ങളിലിരുന്ന് യുദ്ധവാർത്തകൾ വായിക്കുന്ന മാർപ്പാപ്പമാർക്ക് മനസ്സിലാകാത്തത് അദ്ദേഹത്തിന് മനസ്സിലായതും അതുകൊണ്ട് തന്നെയാണ്. ദന്തഗോപുരങ്ങളിൽ നിന്നിറങ്ങി ജയിലുകളിൽ, ആസ്പത്രികളിൽ, റിട്ടയർമെൻറ്റ് ഹോമുകളിൽ, ചേരികളിൽ സേവനമനുഷ്ഠിച്ച അദ്ദേഹത്തിൻ്റെ ലോഹ പളുപളുത്തതായിരുന്നില്ല. ജീവിതത്തിൻ്റെ ദുഃഖങ്ങളെ, വിഷമങ്ങളെ ചേർത്ത് പിടിച്ച ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. ലോകത്ത് അനുനിമിഷം വളരുന്ന ഇസ്ലാമോഫോബിയ അഥവാ മുസ്ലിം വിരുദ്ധ വലതുപക്ഷ തീവ്രവാദത്തിന് ലഭിക്കുന്ന ജനപിന്തുണ അദ്ദേഹത്തെ അലോസരപ്പെടുത്തിയത് അതുകൊണ്ടുകൂടിയാണ്. 28 ലക്ഷം രൂപ മാസം ശമ്പളം കിട്ടുമായിരുന്ന അദ്ദേഹം അത് വേണ്ടെന്ന് വെച്ചത്, അത് സ്വീകരിക്കാതിരുന്നത് ദരിദ്രരോടുള്ള കരുതലിൻ്റെ പ്രതീകമായിരുന്നു. ആയുധ വ്യവസായം സൃഷ്ടിക്കുന്ന മരണോപകരണങ്ങൾ ലോകമെമ്പാടുമുള്ള പ്രശ്നങ്ങളുടെ ഇന്ധനമാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞിരുന്നു. കുടിയേറ്റ കുടുംബത്തിൽ ജനിച്ച അദ്ദേഹത്തിന് കുടിയേറുന്നവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാകുമായിരുന്നു. വധശിക്ഷ എന്നാൽ മനുഷ്യൻ നടപ്പാക്കേണ്ട ഒന്നാണെന്ന് അദ്ദേഹം കരുതിയില്ല. സഭയിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യത്തിനു വേണ്ടി അദ്ദേഹം വാദിച്ചു. അമിതമായ വികസനം ആപത്താണെന്ന് കരുതിയ അദ്ദേഹം കാലാവസ്ഥാ വ്യതിയാനത്തിൽ ശാസ്ത്രജ്ഞന്മാർക്കൊപ്പം നിന്നു. സ്വവർഗ ലൈംഗികത അത് വേണ്ടവർക്കാകാം എന്ന പക്ഷക്കാരനായിരുന്നു അദ്ദേഹം. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി പോലും നയതന്ത്ര ബന്ധം പുലർത്തുന്നതിൽ അദ്ദേഹം ശ്രദ്ധിച്ചു. ഒരു പരിധിവരെ അദ്ദേഹം അതിൽ വിജയിക്കുകയും ചെയ്തു. വിനയവും ലാളിത്യവും പ്രകടമാക്കാൻ ശ്രമിച്ച അദ്ദേഹം മതാന്തര സംവാദങ്ങൾക്കൊപ്പം നിന്നു. നമ്മുടെ കേരളത്തിൻ്റെ, ഭാരതത്തിൻ്റെ, ലോകത്തിൻ്റെ അഭിമാനമായ ശ്രീനാരായണ ഗുരുവിൻ്റെ തത്വങ്ങൾക്ക് അദ്ദേഹം നൽകിയ ആദരവ് നാം മറക്കരുത്. ശ്രീനാരായണ ഗുരുവിനെ പോലുള്ള യുഗപ്രഭാവന്മാരുടെ മഹത്വം അദ്ദേഹം തിരിച്ചറിഞ്ഞിരുന്നു എന്നത് അദ്ദേഹത്തിൻ്റെ മഹത്വം വർദ്ധിപ്പിക്കുന്നു. 8-ാം നൂറ്റാണ്ടിന് ശേഷം ആദ്യമായി യൂറോപ്പിന് വെളിയിൽ നിന്ന് വന്ന ഒരു മാർപ്പാപ്പയ്ക്ക് ഇതിലെല്ലാം വ്യക്തമായ അഭിപ്രായം ഉണ്ടായിരുന്നത് അദ്ദേഹം ഒരു തികഞ്ഞ മനുഷ്യസ്നേഹിയായിരുന്നതുകൊണ്ടാണ്. സ്വന്തം അധികാരം നഷ്ടപ്പെടുമെന്ന ആശങ്കയില്ലാത്തതുകൊണ്ടായിരുന്നു, മരണഭയം ഇല്ലാത്തതുകൊണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ലോകം കണ്ട മികച്ച മാർപ്പാപ്പമാരിൽ ഒരാളെന്ന് ഫ്രാൻസിസിനെ നിസ്സംശയം വിശേഷിപ്പിക്കാൻ സാധിക്കുന്നത്. 1.5 ബില്യണിലധികം വരുന്ന ക്രിസ്തീയ സമൂഹത്തിൻ്റെ ആധ്യാത്മിക നേതാവായ അദ്ദേഹത്തിന് ട്വിറ്ററിൽ 53 മില്യണിലധികം ഫോളോവേഴ്സ് ഉള്ളത് അതുകൊണ്ടുകൂടി തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ 53 മില്യൺ ഫോളോവേഴ്സിൽ ക്രിസ്ത്യാനികൾ മാത്രമല്ല ഉള്ളത്, വിവിധ രാജ്യങ്ങളിലെ ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് മനുഷ്യർ അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജോർജ് മരിയോ ബെർഗോഗ്ലിയോ എന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ മരിക്കുന്നില്ല. ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ഹൃദയത്തിൽ അദ്ദേഹം ജീവിക്കുക തന്നെ ചെയ്യും. യേശുക്രിസ്തു ജനിച്ച മണ്ണിൽ സമാധാനം മരിച്ചിരിക്കുന്നു എന്ന് ഉറക്കെ പറയാൻ ധൈര്യം കാണിച്ച മാർപ്പാപ്പ, ശ്വാസകോശത്തിൻ്റെ ഒരു ഭാഗം മുറിച്ചു നീക്കപ്പെട്ട, ശ്വാസത്തിൻ്റെ വിലയറിയുന്ന, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മതങ്ങളില്ല, ശ്വാസം നിലച്ചാൽ പിന്നെ മതങ്ങളില്ല എന്ന് തിരിച്ചറിയുന്ന അദ്ദേഹത്തിന് പിൻഗാമിയായിരിക്കട്ടെ പുതുതായി വരുന്ന മാർപ്പാപ്പയും. പിയട്രോ പരോളിൻ, പീറ്റർ ടക്സൺ, ലൂയിസ് ടാഗിൾ എന്നിങ്ങനെയുള്ള പേരുകളാണ് പുതിയ പോപ്പായി പറഞ്ഞു കേൾക്കുന്നത്. പുതിയ പോപ്പ് ആരായാലും ഫ്രാൻസിസ് മാർപ്പാപ്പയെ പോലെ
മതങ്ങൾക്കപ്പുറം മനുഷ്യനെ കാണാൻ കഴിയുന്ന തികഞ്ഞ മനുഷ്യസ്നേഹിയായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ലോകം കണ്ട ഏറ്റവും മികച്ച ഒരു മനുഷ്യസ്നേഹിയുടെ മുന്നിൽ കൂപ്പുകയോടെ സസ്നേഹം.